ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനിലെ കുറച്ച് ചെടികളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മോർണിംഗ് ഗ്ലോറി, അതുപോലെ റോസ്, കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ, വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല, കുറച്ച് വെയിൽ, നല്ല ഇത്തിരി വെയിലുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഈ പൂക്കളൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ വാടാർമല്ലി, അപ്പോൾ ഓണത്തിനൊക്കെ പൂക്കളിടാനൊക്കെ നല്ലതാണല്ലോ. പിന്നെ അതുപോലെ തെച്ചൊക്കെ പൂത്തിങ്ങനെ വരണുള്ളൂ. ഇത് മെക്സിക്കൻ പെറ്റൂണിയ കേട്ടോ. ഇപ്പോൾ പൂവിട്ടിട്ടുള്ളത് എൻ്റെ കയ്യിൽ 3 കളറുണ്ട്. ആ പച്ച നിറത്തിൽ കാണുന്നത് അരയിലിയ ചെടിയാണ്. പിന്നെ ഇത് മെക്സിക്കൻ പെറ്റൂണിയ, നിറയെ പൂവിട്ട് നിൽക്കും. കുറച്ച് വെയിലൊക്കെ ഉണ്ടെങ്കിൽ, വെയിലുള്ളിടത്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ നിറയെ പൂവിട്ട് നിൽക്കും കേട്ടോ. തിക്കായിട്ട് നിൽക്കണ കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ കുറച്ച് ഇലച്ചെടിയൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. അതുപോലെ ഈ ചുമന്ന പൂ കണ്ടില്ലേ, അത് സ്നോ പോൾസ് എന്നാണ് ഞങ്ങളൊക്കെ പറയുക. എന്താ അതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് പെറ്റൂണി, അത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത്രയും കൂടെ ഇലയൊന്നും പോരാ, ഒരു കുടിച്ച് പോലെ നിൽക്കണം. ഈ കാണിച്ച പോലെ ഇത് ഞാൻ ഇന്നലെ രാത്രി എടുത്തതാട്ടോ. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവാണ്. രാത്രി ഇവൻ വിരിയുക, നേരം വെളുക്കുമ്പോഴേക്കും അതിങ്ങനെ അടഞ്ഞു പോകും. ഇത് സീതപ്പഴം. ഇത് ഞാൻ സീതപ്പഴം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കുരുട്ട് കിളിർപ്പിച്ചതാണ്. ഇപ്പോൾ ഒരു ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത്. തൈ നിൽക്കുന്നത് ഗ്രോ ബാഗിലാണ്. എനിക്കിത് എപ്പോഴും കായ് ഉണ്ടാവാറുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ള സീതപ്പഴം കേട്ടോ. അപ്പോൾ ഇതിന് ഗ്രോ ബാഗിലാണെങ്കിലും ചാക്കിലാണെങ്കിലും അതുണ്ടാവും. അപ്പോൾ അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഓക്കെ, ബൈ.